എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത്? ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സ്ത്രീവന്ധ്യത സാധാരണയായിട്ട് കാലാകാലങ്ങളായിട്ട് ഒരു കപ്പിളിൽ ദമ്പതികളിൽ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ എപ്പോഴും ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സ്ത്രീകളുടെ കാരണമാണ് അത് എന്ന് ബ്രാൻഡ് ചെയ്യും. പലപ്പോഴും അത് ഒരുമിച്ചുള്ള കാരണമാവാം, പുരുഷന്മാരുടെ കാരണമാവാം. സ്ത്രീകളുടെ കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും അതിൽ നമ്മൾ പലതരത്തിലുള്ള അസുഖങ്ങൾ, PCOD, എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ ട്യൂബിന് അടവുണ്ടാവുക. പലപ്പോഴും ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അവർക്ക് കൃത്യമായ കാലയളവിൽ ആർത്തവം ഉണ്ടാവുക എന്നുള്ളതാണ്. കൃത്യമായ കാലയളവിൽ ആർത്തവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഓവുലേഷൻ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓവുലേഷൻ കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണയായിട്ടുള്ള ഒരു കാരണം. അതിന് പലവിധ കാരണങ്ങളുണ്ടാവും. ഹോർമോൺ പ്രശ്നങ്ങളാവാം, PCOD ആവാം, അങ്ങനെ പലതുണ്ടാവാം. മറ്റൊന്ന്, നമ്മൾ ഈ അണ്ഡാശയത്തിലും മറ്റും മുഴകളായിട്ട് കാണപ്പെടുന്ന എൻഡോമെട്രിയോസിസ്, ഗർഭപാത്രത്തെയും അണ്ഡാശയത്തെയും ബന്ധിപ്പിക്കുന്ന അണ്ഡവാഹിനി കുഴലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അത് അണുബാധ കൊണ്ടാവാം, മുമ്പ് എന്തെങ്കിലും ഓപ്പറേഷനുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ 3 വയസ്സിലോ 2 വയസ്സിലോ ഒക്കെ ഉണ്ടാകുന്ന ഓപ്പറേഷനുകൾ കംപ്ലീറ്റ് ഗർഭപാത്രത്തിനെയും ട്യൂബ് അണ്ഡാശയമൊക്കെ കംപ്ലീറ്റ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കാരണം ചെറിയൊരു വയറായിരിക്കുമല്ലോ ആ സമയത്ത്. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് സ്ത്രീവന്ധ്യത ഉണ്ടാക്കാം. അങ്ങനെ പലതരം കാരണങ്ങൾ. പിന്നെ ഈവൻ അവരുടെ അമിതവണ്ണം അല്ലെങ്കിൽ തൈറോയിഡിലെ അസുഖങ്ങൾ, അങ്ങനെ പലതര അസുഖങ്ങൾ പലപ്പോഴും സ്ത്രീവന്ധ്യതയ്ക്ക് ഇടയാക്കാം.